വായന തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലഹരി. വായന നിന്നു പോകുമ്പോഴാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. അസ്വസ്ഥമാകുന്ന മനസ്സിൽ നിന്നാണ് അധർമ്മ ചിന്തകളും കൊള്ളരുതായ്മകളും കൊലപാതകങ്ങളും അക്രമങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വായനയുടെ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. മനുഷ്യൻ്റെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നത് വായനയിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിന് 5000 വർഷത്തെ എഴുതപ്പെട്ട ചരിത്രമുണ്ട്. എഴുതപ്പെടാത്ത ചരിത്രം അതിലേറെയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ പഴക്കവും പാരമ്പര്യവും സവിശേഷതയാർന്നതാണ്. ഇതെല്ലാം പഠിക്കാതെ, നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതകളും പഠിക്കാതെ വരുമ്പോഴാണ് സമൂഹം വേറൊരു വഴിക്ക് ചിന്തിച്ചു പോകുന്നത്. നിർഭാഗ്യവശാൽ ഈ ചരിത്ര പഠനത്തിൻ്റെയും ഈ സാംസ്കാരിക പഠനത്തിൻ്റെയും അഭാവം ഇന്ന് സമൂഹത്തിൽ ഒട്ടേറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ കവി പറയുന്നത് പോലെ എല്ലാം മറന്ന് ഒന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ആ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഏറെ ഭയാനകതകളോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനെന്താണൊരു പരിഹാരം? നമ്മുടെ പരിഹാരം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിലുണ്ട്. ഇതിലേക്ക് ആഴത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് കരണീയമായിട്ടുള്ളത്. ഏറ്റവും ഉദാഹരണമായി ഒരൊറ്റ കാര്യമെടുത്താൽ മതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പഠിക്കുന്ന ഒരാൾക്ക് അക്രമത്തിലേക്ക് തിരിയാൻ പറ്റില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ച ഒരാൾക്ക് കൊലപാതകത്തിലേക്ക് തിരിയാൻ പറ്റില്ല. എത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനേകായിരങ്ങളുടെ ജീവാർപ്പണത്തിൽ നിന്ന് ലഭിച്ചതാണ്. മഹാത്മാഗാന്ധി ഒരേ സമയം 2 ഭൂഖണ്ഡങ്ങളിൽ സമരം നയിച്ചു. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ സമരായുധങ്ങളായിരുന്നു. ലോകമെമ്പാടുമുള്ള അടിമത്തം അനുഭവിക്കുന്ന ജനതയ്ക്ക്, കോളനി വാഴ്ചയ്ക്ക് എതിരെ പോരാടാനുള്ള പ്രചോദനം നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അക്രമത്തിലേക്ക് പോകാൻ പറ്റുക? ഗാന്ധിജിയാണ് എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരം തേടുമ്പോൾ കണ്ടെത്താവുന്ന ഒരു മാർഗം ഗാന്ധി മാർഗമാണ്. ആ ഗാന്ധി മാർഗത്തിലേക്ക് ചരിക്കുമ്പോൾ ഈ അക്രമത്തിന് എന്താണ് പ്രസക്തി? ഈ അക്രമത്തിൽ നടത്തുന്നവർക്ക് എന്താണ് അതിൽ നിന്ന് ലാഭമുണ്ടാവുക? സത്യത്തിൽ ഒന്നുമില്ല, അസ്വസ്ഥതകളല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് വായന. വായനയിലൂടെ ഏതെല്ലാം കാര്യങ്ങൾ, കഥയായാലും കവിതയായാലും നാടകമായാലും ചരിത്രമായാലും ദർശനമായാലും ഫിലോസഫി ആയാലും മതഗ്രന്ഥങ്ങളായാലും നമുക്ക് തരുന്ന മാനസികമായ സ്വസ്ഥത, മാനസികമായ ശുദ്ധീകരണം വായന നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് വായനയിലേക്ക് തിരിയുക. വായനയാകട്ടെ ലഹരി, വായന മാത്രമാണ് ലഹരി എന്ന് ചിന്തിക്കുക. പുതിയൊരു യുഗം പിറക്കാൻ അത് മതി.